ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ പ്രിപ്പോസിഷൻ ആണ് പഠിക്കുന്നത്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പ്രിപ്പോസിഷൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡ്യൂറിംഗ് ഉണ്ട്, ടുവേർഡ്സ് ഉണ്ട്, ഇൻടു ഉണ്ട്, ഔട്ട് ഓഫ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡ്യൂറിംഗ് എന്താണെന്ന് നോക്കാം. ഡ്യൂറിംഗ് എന്ന് പറയുന്നത് ഒരു കാലയളവ് എന്ന് പറയാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെ, ഒരു കാലയളവിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഡ്യൂറിംഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സ്ലീപ് ഡ്യൂറിംഗ് ദ നൈറ്റ്. ഐ സ്ലീപ് ഡ്യൂറിംഗ് ദ നൈറ്റ്. ആ നൈറ്റിൽ ഞാൻ ഉറങ്ങാറുണ്ടെന്നാണ് അർത്ഥം അല്ലെ. ഐ സ്ലീപ് ഡ്യൂറിംഗ് നൈറ്റ്. ആ ഒരു കാലയളവാണ് നൈറ്റ് എന്നുള്ള, ആ ഒരു രാത്രി എന്നുള്ള ആ ഒരു സമയം. ഐ സ്ലീപ് ഡ്യൂറിംഗ് ദ നൈറ്റ്. ഹി വർക്ക് ഹാർഡ്. അവൻ നന്നായിട്ട് വർക്ക് ചെയ്തു. എപ്പോഴാണ്? ഡ്യൂറിംഗ് ഹിസ് കോളേജ് ഡേയ്സ്. അവന്റെ കോളേജ് ഡേയ്സ്. അപ്പൊ ആ കോളേജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമല്ലേ, ഒരു കാലഘട്ടം. അപ്പൊ അവൻ എന്താ ചെയ്തത്? നന്നായിട്ട് വർക്ക് ചെയ്തു. അപ്പൊ എങ്ങനെ പറയാ? നന്നായി വർക്ക് ചെയ്തു. ഹി വർക്ക് ഹാർഡ്. എപ്പോഴാണ്? ഡ്യൂറിംഗ് ഹിസ് കോളേജ് ഡേയ്സ്. അവന്റെ കോളേജ് ഡേയ്സിൽ. വി വെന്റ് ടു ദ എവിടെ പോണം? വി വെന്റ് ടു ദ ബീച്ച്. ഞങ്ങള് ബീച്ചിൽ പോയി. എപ്പോഴാണ്? ഡ്യൂറിംഗ് സമ്മർ. ഡ്യൂറിംഗ് ദ സമ്മർ വി വെന്റ് ടു ദ ബീച്ച്. സമ്മറിൽ, ആ ഒരു കാലഘട്ടമല്ലേ സമ്മർ എന്ന് പറയുന്നത്. അപ്പോഴെന്താ നമ്മൾ ചെയ്തത്? ബീച്ചിൽ പോയി. ഡ്യൂറിംഗ് ദ സമ്മർ വി വെന്റ് ടു ദ ബീച്ച്. ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ഷീ ടുക്ക് നോട്ട്സ്. അവള് നോട്ട്സ് ഒക്കെ എടുത്തു. എപ്പോഴാണ്? ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത്, അതിനെയാണ് നമ്മൾ ഡ്യൂറിംഗ്, ആ ഒരു കാലയളവിനാണ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ഷീ ടുക്ക് നോട്ട്സ്. അപ്പൊ ഡ്യൂറിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു കാലയളവിനാണ് നമ്മൾ ഡ്യൂറിംഗ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ടുവേർഡ്സ് എന്താണെന്നാണ്. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ടുവേർഡ്സ് എന്താണെന്ന് പഠിക്കുമ്പോൾ നമ്മൾ ടു എന്താണെന്ന് പഠിക്കണം. ടു നമുക്കറിയാം, ഒരു ലക്ഷ്യത്തിലേക്ക് പോകാനാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. ടു ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പൊ ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിശയിലേക്ക് നോക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക, ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ ഒരു അർത്ഥത്തിനാണ് നമ്മൾ ടുവേർഡ്സ് എന്ന് പറയുന്നത്. ഐ walked towards the window. എന്താ? ഐ walked, ഞാൻ നടന്നു. എങ്ങോട്ടാണ്? towards the window. വിൻഡോയുടെ നേരെ, ആ ഒരു ദിശയിലേക്ക്. ഐ walked towards the window. വിൻഡോയുടെ ജനലിന്റെ നേരെ ഞാൻ നടന്നു. The car was moving towards the city. The car was moving എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾക്കറിയാം. കാറ് മൂവ് ചെയ്യായിരുന്നു. എങ്ങോട്ടാണ്? towards the സിറ്റിയിലേക്ക്. ആ സിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ട് മൂവ് ചെയ്യായിരുന്നു. They are working towards a common goal. അവർക്ക് ജോലി ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനാണ്. They are working towards a common goal. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക്, അതിന് നേരെ, അത് ലക്ഷ്യമാക്കി ആണ് they are working, അവര് പ്രവർത്തിക്കുന്നത്. towards. She looked towards the window. She looked, വിൻഡോയ്ക്ക് നേരെ അവൾ നോക്കി. അപ്പൊ ടുവേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക ദിശയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കോ പ്രവർത്തിക്കുന്നതിനെയോ നമ്മൾ നോക്കുന്നതിനെയോ ഒക്കെയാണ് ടുവേർഡ്സ് എന്ന് പറയുന്നത്. നേരെ എന്നൊരർത്ഥത്തിനാണ് നമ്മൾ ടുവേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി ടു എന്ന് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ടു എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനമാണ്. ടുവേർഡ്സ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറയാണ്, they are working towards a common rule, കോമൺ ഗോൾ. കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അവർക്ക് അവിടെ എത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് ടുവേർഡ്സ് ഉപയോഗിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല.
ടു ഉപയോഗിക്കുന്നത് ലക്ഷ്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. അപ്പൊ ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ നേരെ. ഇനി അതുമല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക്, ഒരു ദിശയിലേക്ക് നമ്മൾ നോക്കുന്നതിനെയോ പ്രവർത്തിക്കുന്നതിനെയോ ആണ് നമ്മൾ ടുവേർഡ്സ് ഉപയോഗിച്ച് പറയാൻ കഴിയുന്നത്. ക്ലിയർ? ഇനി ഇൻടു എന്താണ് എഴുതിയേക്കുന്നത്? നിങ്ങൾ നോക്കൂ. ഇൻടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ഇൻടു എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരവസ്ഥയിൽ നിന്ന് മാറി വേറൊരവസ്ഥയിലോട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഇൻടു എന്നൊരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. പ്രിപ്പോസിഷന്റെ ഉപയോഗം അത്രയ്ക്കധികം പ്രാധാന്യമാണല്ലോ. അപ്പൊ ഇൻടു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്. എന്നാൽ ഉള്ളിലാണോ? അതുമല്ല. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് പറയാം, ഷീ വെന്റ് into the house. went to the house എന്നല്ല, she went into the house എന്ന് പറഞ്ഞാൽ എന്താ? അവള് വീട്ടിലേക്ക് പോയി. അപ്പൊ went to the house എന്ന് പറഞ്ഞാലും വീട്ടിലേക്ക് എന്ന് തന്നെയാണ്. went into the house എന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിലേക്ക് നമ്മളിങ്ങനെ കയറാൻ തുടങ്ങുകയാണ്. went into the house. he jumped into the pool. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവുന്നത്. പൂളിലേക്ക് അവൻ ചാടി. he jumped into the pool. പൂളിലേക്ക് അവൻ ചാടി, പൂളിനുള്ളിലേക്ക് അവൻ ചാടി. he jumped into the pool. the water turned into ice. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്. വാട്ടർ turned into ice. ഐസ് ആയിട്ട് വാട്ടർ മാറി. the water turned into ice ആയിട്ട് മാറി. she poured the milk into the glass. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അങ്ങനെ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിക്കണ്ടേ? she poured into the glass. ഒഴിച്ചു. എന്താ? she poured the milk into the glass. അപ്പൊ into എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലേക്ക്, പൂളിലേക്ക്, വീട്ടിലേക്ക് എന്ന് പറയാനാണ് നമ്മൾ into ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുള്ളിലേക്ക്, ഉള്ളിൽ നമ്മൾ എത്തിയോ എന്ന് ചോദിച്ചാലില്ല, ഗ്ലാസ്സിലോട്ട് നമ്മളിപ്പോ എന്താ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ into the glass എന്ന് പറയുന്നത്. into. ഇനി ഔട്ട് ഓഫ് എന്താണ്? നമുക്ക് തീർന്നു പോയി എന്ന് പറയാൻ നമുക്ക് ഔട്ട് ഓഫ് ഉപയോഗിക്കാം. ഇനി ഒരു കൂട്ടത്തിൽ നമുക്ക് ഒരാളെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പറയണമെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ഉപയോഗിക്കാം. പുറത്തേക്ക് എന്നൊരർത്ഥത്തിൽ നമുക്ക് ഔട്ട് ഓഫ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, he came out of the room. he came out of the room എന്ന് പറഞ്ഞാൽ എന്താ? റൂമിന്റെ പുറത്തേക്ക് പോയി അല്ലെ? he came out of the room. out of the room. she took a book എടുത്തു. she took a book out of her bag. she took a book out of her bag. ബാഗിന്റെ പുറത്തേക്ക് എന്തെടുത്തു? ബുക്ക് എടുത്തു. she took a book out of the bag. ബാഗിന്റെ പുറത്തേക്ക്, അതായത് ബാഗിൽ നിന്ന് ബുക്ക് എടുത്തു. out of the bag. അപ്പൊ പുറത്തേക്ക് എന്നൊരു അർത്ഥമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ കുറെ ഇങ്ങനെ ഒന്നിച്ച് ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് നമുക്ക് പറയണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഔട്ട് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഷീസ് ബെസ്റ്റ്. എല്ലാ സ്റ്റുഡൻസിലും അവളാണ് ബെസ്റ്റ്. ഔട്ട് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഷീസ് ബെസ്റ്റ്. നമുക്ക് ഒരു കൂട്ടത്തിൽ നിന്ന് അവളെ മാത്രം എടുത്തിട്ട് പറയാണ്, ഔട്ട് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഷീ ഈസ് ബെസ്റ്റ്. ദ കാർ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ. കൺട്രോൾ വിട്ടുപോയി, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലെ? ദ കാർ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ. കൺട്രോൾ വിട്ടുപോയി. വെന്റ് ഔട്ട് ഓഫ് അതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നും അത് വിട്ടുപോയി അല്ലെ? പുറത്തേക്ക് പോയി. ആ ഒരു കൺട്രോൾ നമ്മളിൽ നിന്ന് പോയി. സോ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ. ദ കാർ വെന്റ് ഔട്ട് ഓഫ് കൺട്രോൾ. ദ സ്റ്റോർ ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് എല്ലാം കടയിലെ തീർന്നു പോയി. ദ സ്റ്റോർ ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. കടയിലെ സ്റ്റോക്ക് എല്ലാം തീർന്നു പോയി എന്ന് പറയാനും നമുക്ക് എന്താ ഉപയോഗിക്കുന്നത്? ഔട്ട് ഓഫ്. അപ്പൊ റാൻ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞത് തീർന്നു പോയി എന്ന അർത്ഥത്തിൽ തന്നെ. ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ തീർന്നു പോയി. ദ ബാറ്ററി ഈസ് ഔട്ട് ഓഫ് പവർ. ഔട്ട് ഓഫ് തീർന്നു പോയി. ബാറ്ററി, പവർ.
ബാറ്ററിയിലെ ചാർജ് തീർന്നു പോയി. ദ ബാറ്ററി ഈസ് ഔട്ട് ഓഫ് പവർ. ക്ലിയർ? അപ്പോൾ പ്രിപ്പോസിഷൻ ഇല്ലാതെ നമുക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ തീർന്നു പോയി, പുറത്തേക്ക് പോയി എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇൻടു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദിശയിലേക്കൊക്കെ നോക്കുക, പ്രവർത്തിക്കുക, അതിനൊക്കെ നമുക്ക് ടുവേർഡ്സ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കാലയളവിൽ നമുക്ക് ഡ്യൂറിങ് ഉപയോഗിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറേ പ്രിപ്പോസിഷനും നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പ്രിപ്പോസിഷൻ ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് പ്രിപ്പോസിഷന് ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സംസാരിച്ച് പഠിക്കണം. ഇനി നമുക്ക് വെക്കേഷൻ ഒക്കെയാണ് വരുന്നത്. നിങ്ങളുടെ കുട്ടികൾക്കും സംസാരിച്ച് പഠിപ്പിക്കണം എന്നൊക്കെ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് ഇനി പോകുമ്പോൾ ഇല്ലാതെ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ പേരൻസ് വേഗം വിളിക്കുക. ഇംഗ്ലീഷ് പേഴ്സണലായിട്ട് ഞങ്ങൾ സംസാരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ 10th കഴിഞ്ഞ അവധിക്കാലം വെറുതെ കളയാതെ നിങ്ങൾ സംസാരിച്ച് പഠിക്കുക. ഇംഗ്ലീഷിന് അത്രയ്ക്കധികം പ്രാധാന്യം ഫ്യൂച്ചറിലുണ്ട്. ഓർത്ത് വെക്കുക. അപ്പോൾ സംസാരിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.